ഹായ് ഹലോ വെൽക്കം ടു PSC ട്രിക്സ് വിത്ത് അമ്മു. അപ്പോൾ നമ്മുടെ PYQ സെക്ഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. കേരളത്തിൽ ഹിന്ദി ഭാഷ പ്രചരിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച ഹിന്ദി പ്രചാര സഭയുടെ സ്ഥാപകൻ ആരാണ്? കെ വാസുദേവൻ പിള്ള. കേരളത്തിൽ ഹിന്ദി ഭാഷ പ്രചരിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച ഹിന്ദി പ്രചാര സഭയുടെ സ്ഥാപകൻ കെ വാസുദേവൻ പിള്ള. താഴെ പറയുന്നവയിൽ റാണി ഗൗരി ലക്ഷ്മിബായിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏത്? 2ഉം 4ഉമാണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. 2ഉം 4ഉം. സെക്രട്ടേറിയറ്റ് സമ്പ്രദായം തിരുവിതാംകൂറിൽ നടപ്പിലാക്കി, അടിമ വ്യാപാരം തിരുവിതാംകൂറിൽ നിർത്തലാക്കി. എന്തൊക്കെയാണ്? സെക്രട്ടേറിയറ്റ് സമ്പ്രദായം തിരുവിതാംകൂറിൽ നടപ്പിലാക്കി, അടിമ വ്യാപാരം തിരുവിതാംകൂറിൽ നിർത്തലാക്കി. ജപ്പാൻ റഷ്യയെ ആക്രമിച്ച വർഷം 1904. മലബാർ ലഹളയ്ക്ക് ഇരയായവർക്കിടയിൽ സാമൂഹ്യ സേവനങ്ങൾ നടത്തി ശ്രദ്ധ നേടിയത് ഇതിൽ ആരാണ്? സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി. മലബാർ ലഹളയ്ക്ക് ഇരയായവർക്കിടയിൽ സാമൂഹ്യ സേവനങ്ങൾ നടത്തി ശ്രദ്ധ നേടിയത് ഇതിൽ ആരാണ്? സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി. വിഷവൃക്ഷം എന്ന നോവൽ രചിച്ചത് ഇവരിൽ ആരാണ്? ബങ്കിം ചന്ദ്ര ചാറ്റർജി. വിഷവൃക്ഷം ആരുടെയാണ്? ബങ്കിം ചന്ദ്ര ചാറ്റർജി. ലോക ടൂറിസം ഭൂപടത്തിൽ ഇടം നേടിയ കേരളത്തിലെ പ്രാചീന തുറമുഖം മുസിരിസ്. ലോക ടൂറിസം ഭൂപടത്തിൽ ഇടം നേടിയ കേരളത്തിലെ പ്രാചീന തുറമുഖമാണ് മുസിരിസ്. ഇന്ത്യയിലെ ഏറ്റവും വ്യാപകമായി കാണപ്പെടുന്ന വനവിഭാഗം ഏത്? ഉഷ്ണമേഖല ഇലപൊഴിയും വനങ്ങൾ. ഇന്ത്യയിലെ ഏറ്റവും വ്യാപകമായി കാണപ്പെടുന്ന വനവിഭാഗമാണ് ഉഷ്ണമേഖല ഇലപൊഴിയും വനങ്ങൾ. ബംഗാളിൻ്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി ഏത്? ദാമോദർ. ബംഗാളിൻ്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി ദാമോദർ. ഇന്ത്യയിലെ ആദ്യത്തെ അണുശക്തി നിലയം സ്ഥാപിച്ചത് എവിടെ? താരാപൂർ. ഇന്ത്യയിലെ ആദ്യത്തെ അണുശക്തി നിലയം സ്ഥാപിച്ചത് താരാപൂർ. ഓസോൺ സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ പാളി ഏത്? സ്ട്രാറ്റോസ്ഫിയർ. ഓസോൺ സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ പാളിയാണ് സ്ട്രാറ്റോസ്ഫിയർ. അന്തരീക്ഷ മർദ്ദം അളക്കുന്നതിന് ഉപയോഗിക്കുന്ന ഉപകരണം ഏത്? മെർക്കുറി ബാരോമീറ്റർ. അന്തരീക്ഷ മർദ്ദം അളക്കുന്നതിന് ഉപയോഗിക്കുന്ന ഉപകരണം മെർക്കുറി ബാരോമീറ്റർ. ലോക ഭൗമദിനം ആഘോഷിക്കുന്നത് ഏപ്രിൽ 22. ലോക ഭൗമദിനം ആഘോഷിക്കുന്നത് ഏപ്രിൽ 22. പ്രശാന്ത ചന്ദ്ര മഹലനോബിസ് എന്ന ശാസ്ത്രജ്ഞനുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏത്? PC മഹലനോബിസ് ആണ് കേട്ടോ. അതിൻ്റെ ഫുൾ ഫോമാണ് പ്രശാന്ത ചന്ദ്ര മഹലനോബിസ്. 8ാം പഞ്ചവത്സര പദ്ധതിയിലാണ് മഹലനോബിസിൻ്റെ വികസന ആസൂത്രണമായി മുന്നോട്ട് വെച്ചത്. തെറ്റാണ്. ബാക്കി ശരിയായത് ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ ശില്പി മഹലനോബിസ് കൽക്കട്ടയിൽ ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിച്ചു. സാങ്ക്യ എന്ന ജേണൽ ആരംഭിച്ചത് മഹലനോബിസാണ്. അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കണേ. സാങ്ക്യ എന്ന ജേണൽ ആരംഭിച്ചത് ആരാണ്? മഹലനോബിസാണ്. ഭൂപരിഷ്കരണത്തിൻ്റെ ഭൂപരിധി നിശ്ചയിക്കൽ എന്ന നടപടിയുമായി ബന്ധമുള്ള പ്രസ്താവനകൾ ഏതെല്ലാം? 2ഉം 4ഉം ശരിയാണ്. ഒരു വ്യക്തിക്ക് കൈവശം വയ്ക്കാവുന്ന ഭൂമിയുടെ പരമാവധി അളവ് നിശ്ചയിക്കുക. ഭൂ ഉടമസ്ഥത കുറച്ചു പേരിൽ കേന്ദ്രീകരിക്കപ്പെടുന്നത് ഒഴിവാക്കുക. ഭൂപരിധി നിശ്ചയിക്കൽ എന്ന നടപടിയുമായി ബന്ധമുള്ള പ്രസ്താവന ഏതൊക്കെയാണ്? ഒരു വ്യക്തിക്ക് കൈവശം വയ്ക്കാവുന്ന ഭൂമിയുടെ പരമാവധി അളവ് നിശ്ചയിക്കുക. ഭൂ ഉടമസ്ഥത കുറച്ചു പേരിൽ കേന്ദ്രീകരിക്കപ്പെടുന്നത് ഒഴിവാക്കുക. നീതി ആയോഗിൻ്റെ ഭരണപരിഷ്കരണ വിഭാഗം വിവിധ മേഖലകളിലെ ഭരണത്തിൽ ദീർഘകാലവും വ്യവസ്ഥാപിതവുമായ പരിവർത്തനത്തിന് ഉത്തരവാദിയാണ്. 2047 ഡാഷ് എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിന് നിർണായകമായ ഘടനാപരവും പരസ്പര വിരുദ്ധമായ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുന്നതിനായി 2025 ഏപ്രിൽ 3 ഈ വിഭാഗം സ്ഥാപിതമായി. വികസിത് ഭാരത്. വികസിത് ഭാരത് എന്നാണ് സ്ഥാപിതമായത്? 2025 ഏപ്രിൽ 3. ഡേറ്റ് ഓർത്ത് വെച്ചേക്കണേ. വികസിത് ഭാരത് എന്നാണ് സ്ഥാപിതമായത്? 2025 ഏപ്രിൽ 3. ഉദാരവൽക്കരണവുമായി ബന്ധമില്ലാത്ത നയം ഏത്? പൊതുമേഖലാ സ്ഥാപനങ്ങൾ സ്വകാര്യ മേഖലയ്ക്ക് വിൽക്കുക. ബന്ധമില്ലാത്തത്. ബന്ധമുള്ളത് ഏതൊക്കെയാണ്? ഇറക്കുമതി ചുങ്കനിരക്ക് കുറച്ചു കൊണ്ടുവരിക. ചെറുകിട വ്യവസായ മേഖലയിൽ മാത്രം ഉൽപ്പാദിപ്പിച്ചിരുന്ന ഒട്ടേറെ വ്യാവസായിക ഉൽപ്പന്നങ്ങളുടെ സംവരണം ഗവൺമെൻറ് ഇല്ലാതാക്കി. കമ്പനി നികുതി നിരക്ക് കുറച്ചു. ഈ ഉദാരവൽക്കരണം ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഉദാരവൽക്കരണം എന്ന ഹെഡിങ് കൊടുത്തിട്ട് ഇത് ബന്ധമില്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. അത് എഴുതാതെ ബന്ധമുള്ള ഈ 3 പോയിന്റുകൾ എഴുതി വെക്കുക കേട്ടോ. ഇത് സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പിലൊക്കെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ 2 ക്വസ്റ്റ്യനൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഉദാരവൽക്കരണവും സ്വകാര്യവൽക്കരണവും ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതിപ്പോൾ തന്നെ എഴുതി വെച്ചേക്കണേ. ഗാട്ട് എന്ന സംഘടനയുടെ പിൻഗാമിയായി 1995 നിലവിൽ വന്ന സംഘടന ഏത്?
ലോക വ്യാപാര സംഘടന. ഗാട്ട് എന്ന സംഘടനയുടെ പിൻഗാമിയായി 1995 നിലവിൽ വന്ന സംഘടനയാണ് ലോക വ്യാപാര സംഘടന. ഹരിത വിപ്ലവത്തിൻ്റെ നേട്ടങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? ഗോതമ്പ് വിപ്ലവം എന്നറിയപ്പെട്ടു. ഉൾപ്പെട്ടത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഭക്ഷ്യധാന്യങ്ങളുടെ വില കുറഞ്ഞു, കമ്പോള മിച്ചം വർദ്ധിച്ചു, ഭക്ഷ്യധാന്യങ്ങളുടെ കാര്യത്തിൽ സ്വയം പര്യാപ്തത കൈവരിച്ചു. ഒന്നും കൂടെ പറയാം. ഹരിത വിപ്ലവത്തിൻ്റെ നേട്ടങ്ങൾ എന്തൊക്കെയായിരുന്നു? ഭക്ഷ്യധാന്യങ്ങളുടെ വില കുറഞ്ഞു, കമ്പോള മിച്ചം വർദ്ധിച്ചു, ഭക്ഷ്യധാന്യങ്ങളുടെ കാര്യത്തിൽ സ്വയം പര്യാപ്തത കൈവരിച്ചു. ഹരിത വിപ്ലവമൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇതുപോലെ ഇങ്ങനെ തന്നെയാണ് വരിക കേട്ടോ. ഹരിത വിപ്ലവത്തിൻ്റെ നേട്ടങ്ങളിൽ പെടാത്തത്, ലക്ഷ്യങ്ങളിൽ പെടാത്തത്, അതൊക്കെ തന്നെയാണ് വരാറുള്ളത് കേട്ടോ. പ്രിലിംസിനൊക്കെ പ്രതീക്ഷിക്കാവേ. ശരിയായ ജോഡി കണ്ടെത്തുക. ബി 1, 2, 4 ശരിയായത്. ഭരണഘടനാ ലക്ഷ്യപ്രമേയം ജവഹർലാൽ നെഹ്റു ശരിയാണ്. ഭരണഘടനാ നിർമ്മാണ സഭ സ്ഥിരം അധ്യക്ഷൻ രാജേന്ദ്ര പ്രസാദ് ശരിയാണ്. ഭരണഘടനാ നിർമ്മാണ സഭ താൽക്കാലിക അധ്യക്ഷൻ ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ ശരിയാണ്. ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി സർദാർ വല്ലഭായ് പട്ടേൽ അല്ല, BR അംബേദ്കർ ആണ്. താഴെ കൊടുത്ത പ്രസ്താവനകളിൽ മൗലികാവകാശത്തെ സംബന്ധിച്ച് ഏറ്റവും ഉചിതമായ പ്രസ്താവന ഏതാണ്? ഒരു രാജ്യത്തെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തുകയും ഭരണഘടന സംരക്ഷിക്കുകയും ചെയ്യുന്ന അവകാശങ്ങളാണ് മൗലികാവകാശങ്ങൾ. ഇങ്ങനെയാണ് ഒരു രാജ്യത്തെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തുകയും ഭരണഘടന സംരക്ഷിക്കുകയും ചെയ്യുന്ന അവകാശങ്ങളെയാണ് മൗലികാവകാശങ്ങൾ എന്ന് പറയുന്നത്. ഇന്ത്യൻ പാർലമെൻറ്റിനെ കുറിച്ച് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏതൊക്കെയാണ്? പ്രസ്താവന 1ഉം 2ഉം ശരിയാണ്. ഇന്ത്യയുടെ കേന്ദ്ര നിയമനിർമ്മാണ സഭയാണ് ഇന്ത്യൻ പാർലമെൻറ്റ്. ഇന്ത്യൻ പാർലമെൻറ്റ് ഒരു ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭയാണ്. ഒന്നും കൂടെ പറയാം. ഇന്ത്യയുടെ കേന്ദ്ര നിയമനിർമ്മാണ സഭയാണ് ഇന്ത്യൻ പാർലമെൻറ്റ്. ഇന്ത്യൻ പാർലമെൻറ്റ് ഒരു ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭയാണ്. ഇന്ത്യൻ ഫെഡറൽ സംവിധാനത്തിൽ കേന്ദ്രവും സംസ്ഥാനങ്ങൾ തമ്മിലും തർക്കങ്ങൾ ഉടലെടുത്താൽ അത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള സുപ്രീം കോടതിയുടെ അധികാരമേത്? ഉത്ഭവാധികാരം. ഇന്ത്യൻ ഫെഡറൽ സംവിധാനത്തിൽ കേന്ദ്രവും സംസ്ഥാനങ്ങൾ തമ്മിലും തർക്കങ്ങൾ ഉടലെടുക്കുകയാണെങ്കിൽ അത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള സുപ്രീം കോടതിയുടെ അധികാരത്തെ ഉത്ഭവാധികാരം എന്നാണ് പറയുന്നത്. രാഷ്ട്രപതിയുടെ വിവേചനാധികാരത്തിൽ ഉൾപ്പെടാത്തത് കണ്ടെത്തുക. രാജ്യത്ത് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കൽ. താഴെ കൊടുത്തിരിക്കുന്ന ഏത് പട്ടികയിലാണ് യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെട്ട വിഷയങ്ങൾ ശരിയായി ക്രമപ്പെടുത്തിയിരിക്കുന്നത്? പ്രതിരോധം, ആണവോർജം, തുറമുഖങ്ങൾ, വിദേശകാര്യം ഇതെല്ലാം യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെടുന്നു. പ്രതിരോധം, ആണവോർജം, തുറമുഖങ്ങൾ, വിദേശകാര്യം യൂണിയൻ ലിസ്റ്റിലാണ് പെടുന്നത്. പ്രാദേശിക ഗവൺമെൻറ്റുകൾക്ക് ഭരണഘടനാ അംഗീകാരം നൽകണമെന്ന് ശുപാർശ ചെയ്ത കമ്മിറ്റി? PK തുങ്കൻ കമ്മിറ്റി. പ്രാദേശിക ഗവൺമെൻറ്റുകൾക്ക് ഭരണഘടനാ അംഗീകാരം നൽകണമെന്ന് ശുപാർശ ചെയ്ത കമ്മിറ്റി PK തുങ്കൻ കമ്മിറ്റി. ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ചുമതലകളിൽ ഉൾപ്പെടാത്തത് ഏത്? പ്രാദേശിക ഗവൺമെൻറ്റുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടത്തൽ. ഉൾപ്പെടുന്നത് രാഷ്ട്രീയ പാർട്ടികൾക്ക് അംഗീകാരം നൽകൽ, വോട്ടർ പട്ടിക പരിഷ്കരിക്കൽ, രാഷ്ട്രീയ പാർട്ടികൾക്കും സ്ഥാനാർത്ഥികൾക്കും ചിഹ്നങ്ങൾ അനുവദിക്കൽ. പുനർനാമകരണം ചെയ്യപ്പെട്ട കേരള ഗവർണറുടെ ഔദ്യോഗിക വസതി ഇപ്പോൾ എന്തു പേരിലാണ് അറിയപ്പെടുന്നത്? ലോക് ഭവൻ. പുനർനാമകരണം ചെയ്യപ്പെട്ട കേരള ഗവർണറുടെ ഔദ്യോഗിക വസതി ഇനിയിപ്പോൾ അറിയപ്പെടുന്നത് എന്തു പേരിലാണ്? ലോക് ഭവൻ. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ കേരളത്തിലെ ആരോഗ്യ മേഖലയെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവനകൾ കണ്ടെത്തുക. 2 മാത്രമാണ് തെറ്റ്. കേരളത്തിലെ ശിശുമരണ നിരക്ക് ദേശീയ ശരാശരിയേക്കാൾ ഉയർന്നതാണ്. ശരിയായ പ്രസ്താവനകൾ നോക്കാം. കേരളത്തിലെ ശരാശരി ആയുർദൈർഘ്യം മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഉയർന്നതും ദേശീയ ശരാശരിയേക്കാൾ കൂടുതലുമാണ്. ആശ്വാസം എന്ന സംരംഭം ആർദ്ര മിഷൻ്റെ ഭാഗമായി വരുന്നതാണ്. ആശ്വാസം എന്ന സംരംഭം ആർദ്ര മിഷൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങൾക്കായുള്ള ചങ്ങാതി എന്ന പദ്ധതി താഴെ പറയുന്നവയിൽ ഏത് വിഭാഗത്തിൻ്റെ ഉന്നമനം ലക്ഷ്യമിട്ടിട്ടുള്ളതാണ്? കുടിയേറ്റ തൊഴിലാളികൾക്കുള്ള പ്രത്യേക സാക്ഷരതാ പദ്ധതിയാണ് ചങ്ങാതി. അതിഥി തൊഴിലാളികൾക്ക് വേണ്ടിയിട്ടുള്ള പ്രത്യേക സാക്ഷരതാ പദ്ധതിയുടെ പേരെന്താണ്? ചങ്ങാതി. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ 1ഉം 2ഉം ശരിയാണ്. ഒരു സാമ്പത്തിക വർഷം 100-ൽ കുറയാത്ത തൊഴിൽ ദിനങ്ങളാണുള്ളത്. കേരള ട്രൈബൽ പ്ലസ് എന്ന പദ്ധതി മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി കൂടാതെ അധികമായി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് തൊഴിലുറപ്പ് പ്രദാനം ചെയ്യുന്നു. കേരള ട്രൈബൽ പ്ലസ് പദ്ധതി കേട്ടോ. 150 ദിവസം
തൊഴിൽ ദിനങ്ങൾ കൊടുക്കുന്നുണ്ട് കേട്ടോ കേരള ട്രൈബൽ പ്ലസ്. വയോജനങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി രാജ്യത്ത് ആദ്യമായി രൂപീകരിച്ച കേരള സംസ്ഥാന വയോജന കമ്മീഷന്റെ ചെയർമാൻ ആരാണ്? ശ്രീ കെ സോമപ്രസാദ്. കേരള സംസ്ഥാന വയോജന കമ്മീഷൻ ചെയർമാൻ ആരാണ്? കെ സോമപ്രസാദ് ആണ് കേട്ടോ. കെ സോമപ്രസാദ് ഓർത്ത് വെച്ചേക്കുക. കേരള സംസ്ഥാന വയോജന കമ്മീഷൻ ചെയർമാൻ ആരാണ്? കെ സോമപ്രസാദ്. പേശികളുടെ പ്രവർത്തനത്തെ ഏകോപിപ്പിക്കുകയും ശരീരത്തിന്റെ തുലനാവസ്ഥ നിലനിർത്തുകയും ചെയ്യുന്ന മസ്തിഷ്ക ഭാഗം? സെറിബെല്ലം. ഹെപ്പറ്റൈറ്റിസ് ബി പ്രധാനമായും ബാധിക്കുന്ന മനുഷ്യ ശരീരത്തിലെ അവയവം ഏതാണ്? കരൾ. കേരള സർക്കാർ നടപ്പിലാക്കിയ ആർദ്ര മിഷന്റെ പ്രധാന ലക്ഷ്യം എന്ത്? പൊതുജനാരോഗ്യ കേന്ദ്രങ്ങളെ ജനസൗഹൃദപരമാക്കുക. താഴെ പറയുന്നവയിൽ ഒരു ജീവിതശൈലി രോഗം അല്ലാത്തത് ഏതാണ്? മലേറിയ. വൈറ്റമിൻ B1ന്റെ കുറവ് മൂലമുണ്ടാകുന്ന രോഗം ഏത്? ബെറിബെറി. 2030 കാർബൺ ബഹിർഗമനം കുറയ്ക്കുന്നതിനായി ഇന്ത്യ പ്രഖ്യാപിച്ച പദ്ധതി ഏത്? നാഷണലി ഡിറ്റർമിൻഡ് കോൺട്രിബ്യൂഷൻ NDC. 2030 കാർബൺ ബഹിർഗമനം കുറയ്ക്കുന്നതിനായി ഇന്ത്യ പ്രഖ്യാപിച്ച പദ്ധതിയാണ് NDC അഥവാ നാഷണലി ഡിറ്റർമിൻഡ് കോൺട്രിബ്യൂഷൻ. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? എല്ലാം ശരിയാണ്. ഊഷ്മാവ് കൂടിയാൽ ദ്രാവകങ്ങളുടെ പ്രതലബലം കുറയും. ഊഷ്മാവ് കൂടിക്കഴിഞ്ഞാൽ ദ്രാവകങ്ങളുടെ പ്രതലബലം കുറയും. ഒരേ തരം തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലമാണ് എന്ത്? കൊഹീഷൻ. ഒരേ തരമാവുമ്പോൾ എന്താണ്? അവിടെ അടി ഉണ്ടാവില്ല, പകരം കൊഹീഷൻ. വ്യത്യസ്ത തരമാവുമ്പോൾ അവിടെ അടി ഉണ്ടാവും, അവിടെ അഡീഷൻ. മനസ്സിലാകുന്നുണ്ടോ? ഒരേ തരമാണ് അപ്പോൾ കൊഹീഷൻ. വ്യത്യസ്ത തരമാണെങ്കിൽ എന്തായിരിക്കും? അടി ഉണ്ടാവും, അപ്പോൾ അഡീഷൻ. കാപ്പിലറി ട്യൂബിൽ വെള്ളമെടുത്താൽ കേശിക ഉയർച്ചയാണ് ഉണ്ടാകുന്നത്. ശരി. അപ്പോൾ എല്ലാ പ്രസ്താവനകളും ശരിയാണ്. വ്യാസം 20 സെൻറ്റിമീറ്റർ ഉള്ള ദർപ്പണത്തിൻ്റെ ഫോക്കസ് ദൂരം എത്രയാണ്? എന്താണ് ഫോക്കസ് ദൂരം എന്ന് പറയുന്നത്? ഒരു ഗോളീയ ദർപ്പണത്തിൻ്റെ വക്രത ആരത്തെയാണ് ഫോക്കസ് ദൂരം എന്ന് പറയുന്നത് കേട്ടോ. ഇവിടെ വ്യാസം എന്നല്ല വരേണ്ടത്, ആരം എന്നാണ് കേട്ടോ വരേണ്ടത്. ഒരു ഗോളീയ ദർപ്പണത്തിൻ്റെ വക്രത ആരമാണ് ഫോക്കസ് ദൂരം എന്ന് പറയുന്നത്. ഈ ഒരു ദർപ്പണത്തിൻ്റെ ഫോക്കസ് ദൂരം അതിൻ്റെ വക്രത ആരത്തിൻ്റെ എന്തായിരിക്കും? പകുതിയായിരിക്കും. അപ്പോൾ ഇവിടെ എന്താണ് ചോദിച്ചിരിക്കുന്നത്? ഫോക്കസ് ദൂരമാണ്. അപ്പോൾ ഏത് സമവാക്യം ഉപയോഗിക്കണം? F=r/2 എന്നുള്ളതാണ് നോക്കേണ്ടത്. അപ്പോൾ 20/2 എത്രയാണ്? 10 സെൻറ്റിമീറ്റർ എന്ന ആൻസർ നമുക്ക് കിട്ടും. 10 സെൻറ്റിമീറ്റർ. ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. സെൻറ്റിമീറ്റർ ആണ്, മീറ്റർ അല്ല കേട്ടോ. ഇനി നേരെ നമുക്ക് തിരിച്ചും ചോദിക്കാം കേട്ടോ. ഇപ്പോൾ ഫോക്കസ് ദൂരം തന്നിട്ട് വക്രത ആരം വേണമെങ്കിൽ ചോദിക്കാം. അതിനുള്ള ഇക്വേഷനും കൂടെ ഒന്ന് ഓർത്തിരിക്കുക. R=2F എന്നുള്ളതാണ് കേട്ടോ. R=2F എന്നുള്ളതാണ്. ഇപ്പോൾ എക്സാമ്പിൾ ഫോക്കസ് ദൂരം 15 സെൻറ്റിമീറ്റർ തന്നിട്ട് അതിൻ്റെ വക്രത ആരം എത്രയാണെന്ന് ചോദിക്കൽ എന്ത് ചെയ്യണം? × 2 കിട്ടും. നമുക്ക് എത്ര ആൻസർ കിട്ടും? 30 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. മനസ്സിലാവുന്നുണ്ടോ? രണ്ട് ഇക്വേഷൻ ഉണ്ട്. F=r/2. പിന്നെ നമുക്കുള്ളത് R=2F കേട്ടോ. ഈ രണ്ട് ഇക്വേഷനും നമ്മുടെ ഈ ലെൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എന്താണ് പ്രോബ്ലംസിൽ ചോദിക്കാൻ സാധ്യതയുള്ളതാണ് കേട്ടോ ഇത് രണ്ടും. അപ്പോൾ ഈ രണ്ട് ഇക്വേഷനും ഓർത്തിരിക്കുക. താഴെ ഒരു പ്രസ്താവനയും ഒരു കാരണവും നൽകിയിരിക്കുന്നു. ഇവയിൽ നിന്നും ശരിയായത് തിരഞ്ഞെടുക്കുക. പ്രസ്താവന: ഗുരുത്വാകർഷണം മൂലമുള്ള ത്വരണത്തിൻ്റെ മൂല്യം ഭൂമധ്യരേഖയിൽ കുറവും ധ്രുവങ്ങളിൽ കൂടുതലും ആയിരിക്കും. കാരണം: ഭൂമധ്യരേഖയിലെ ഭൂമിയുടെ ആരം കൂടുതലും ധ്രുവങ്ങളിലെ ഭൂമിയുടെ ആരം കുറവും ആണ്. പ്രസ്താവനയും കാരണവും ശരിയാണ്. എന്നാൽ പ്രസ്താവനയുടെ ശരിയായ വിശദീകരണമാണ് നൽകിയിരിക്കുന്ന കാരണം. എന്താണല്ലേ? പ്രസ്താവനയും കാരണവും എന്ത് തന്നെയാണ്? ശരിയാണ്. പ്രസ്താവനയുടെ ശരിയായ വിശദീകരണമാണ് നൽകിയിരിക്കുന്ന കാരണം എന്ന് പറയുന്നത്. ഗുരുത്വാകർഷണം മൂലമുള്ള ത്വരണത്തിൻ്റെ മൂല്യം ഭൂമധ്യരേഖയിൽ കുറവും ധ്രുവങ്ങളിൽ എന്തായിരിക്കും? കൂടുതലും ആയിരിക്കും. ഭൂമധ്യരേഖയിലെ ഭൂമിയുടെ ആരം കൂടുതലും ധ്രുവങ്ങളിലെ ഭൂമിയുടെ ആരം എന്തുമായിരിക്കും? കുറവും ആയിരിക്കും. കേബിളുകളോ ടെലികോം ടവറുകളോ ഇല്ലാതെ മൊബൈൽ ഫോണുകളിലേക്ക് നേരിട്ട് ബ്രോഡ്ബാൻഡ് ഇൻ്റർനെറ്റ് സേവനം നൽകാൻ ISRO രൂപകൽപ്പന ചെയ്ത ഉപഗ്രഹം ഏതാണ്? ബ്ലൂബേർഡ് 6 എന്നുള്ളതാണ് കേട്ടോ. കേബിളുകളോ ടെലികോം ടവറുകളോ ഇല്ലാതെ മൊബൈൽ ഫോണുകളിലേക്ക് നേരിട്ട് ബ്രോഡ്ബാൻഡ് ഇൻ്റർനെറ്റ് സേവനം നൽകാൻ ISRO രൂപകൽപ്പന ചെയ്ത ഉപഗ്രഹമാണ് ബ്ലൂബേർഡ് 6 എന്ന് പറയുന്നത്. ഇവിടെ ഒരു രാസപ്രവർത്തനം കൊടുത്തിട്ടുണ്ട്. N2+3H2 2NH3 ΔH എന്നാണ് കിട്ടിയിരിക്കുന്നത്. ഇതിനുള്ള ശരിയായ പ്രസ്താവന ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. ഇതൊരു താപമോചക രാസപ്രവർത്തനമാണ്.
അതറിയാൻ ഈ ഒരു താപമോചക രാസപ്രവർത്തനമാണ് എന്നുള്ളത് ശരിയാണ്. കാരണം എന്താണ്, ഇവിടെ നെഗറ്റീവാണ് വന്നിരിക്കുന്നത്. കണ്ടോ, നെഗറ്റീവാണ് ഫൈനലായിട്ട് നമുക്ക് ആൻസർ കിട്ടിയിരിക്കുന്നത്. ഡെൽറ്റ എച്ച് എന്താണ്, നെഗറ്റീവാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അതെന്തായിരിക്കും, ഒരു താപമോചക പ്രവർത്തനമായിരിക്കും. അത് ശരിയായിട്ടുള്ള ആൻസറാണ്. അടുത്തത്, ഉന്നത ഊഷ്മാവിൽ കൂടുതൽ NH3 ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. ഇത് തെറ്റാണ്. കാരണം നമ്മുടെ ലേ ഷാറ്റ്ലിയർ പ്രിൻസിപ്പിൾ അനുസരിച്ചിട്ട് ഊഷ്മാവ് കുറയ്ക്കുമ്പോഴാണ് കൂടുതൽ ഉൽപ്പന്നങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ ഇവിടെ എന്താണ്, ഊഷ്മാവ് കൂടുതലാണ്. അപ്പോൾ പ്രവർത്തനം എന്തായിരിക്കും, കുറവായിരിക്കും. കുറവ് NH3 ആയിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുക. ഇനി ഉയർന്ന മർദ്ദത്തിൽ കൂടുതൽ NH3 ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. ഇതും എന്ത് തന്നെയാണ്, ശരിയാണ്. എന്താണ്, ഉയർന്ന മർദ്ദം കൂടുമ്പോൾ എന്താണ്, കൂടുതൽ NH3 പ്രൊഡ്യൂസ് ചെയ്യാൻ സഹായിക്കുന്നു. അപ്പോൾ ഇവിടെ ആൻസർ ഏതാണ് വരുന്നത്, 1ഉം 3ഉം മാത്രം ശരിയാണ് എന്നുള്ളതാണ്. താഴെ പറയുന്ന മെറ്റൽ ഓക്സൈഡ് സ്വഭാവ ജോഡിയിൽ തെറ്റായത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോഡിയം ഓക്സൈഡ് എന്ന് പറയുന്നത് അസിഡിക് അല്ല, അത് ബേസിക് ആണ്. ഇതറിയാൻ വേണ്ടിയിട്ട് ഒരു എളുപ്പവഴിയുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ലോഹങ്ങളുടെ ഓക്സൈഡുകളൊക്കെ പൊതുവെ എന്തായിരിക്കും, ബേസിക് ആയിരിക്കും. എഴുതി വെച്ചോ, ലോഹങ്ങളുടെ ഓക്സൈഡുകൾ പൊതുവെ എപ്പോഴും എന്തായിരിക്കും, ബേസിക് ആയിരിക്കും. ഉദാഹരണം ഞാൻ പറഞ്ഞല്ലോ, സോഡിയം ഓക്സൈഡ്, അതുപോലെ തന്നെ മഗ്നീഷ്യം ഓക്സൈഡ്, അതുപോലെ തന്നെ കാൽസ്യം ഓക്സൈഡ്. മനസ്സിലാവുന്നുണ്ടോ? സോഡിയം ഓക്സൈഡ്, മഗ്നീഷ്യം ഓക്സൈഡ്, കാൽസ്യം ഓക്സൈഡ് തുടങ്ങിയ ലോഹങ്ങളുടെ ഓക്സൈഡുകൾ എന്തായിരിക്കും, ബേസിക് ആയിരിക്കും. ഈ 3 എക്സാമ്പിളായിരിക്കും മിക്കവാറും ഓപ്ഷനിൽ കാണുക കേട്ടോ. ഇത് എഴുതി വെച്ചോ. സോഡിയം ഓക്സൈഡ്, മഗ്നീഷ്യം ഓക്സൈഡ്, കാൽസ്യം ഓക്സൈഡ് എന്തായിരിക്കും, ബേസിക് ആയിരിക്കും. ഇവിടെ അസിഡിക് എന്നാണ് തന്നിരിക്കുന്നത്. ഇത് തെറ്റാണ്. ഒന്നും കൂടെ പറയാം, ലോഹങ്ങളുടെ ഓക്സൈഡുകൾ പൊതുവെ ബേസിക് ആയിരിക്കും. ഉദാഹരണം Na2O, സോഡിയം ഓക്സൈഡ്, MgO, മഗ്നീഷ്യം ഓക്സൈഡ്, CaO, കാൽസ്യം ഓക്സൈഡ്, ഇത്രയും എന്താണ്, ബേസിക് ആയിരിക്കും. ഇനി അലോഹങ്ങളുടെ ഓക്സൈഡുകൾ എപ്പോഴും എന്തായിരിക്കും, അസിഡിക് ആയിരിക്കും. അലോഹങ്ങളുടെ എങ്ങനെയായിരിക്കും, അസിഡിക് ആയിരിക്കും. എക്സാമ്പിൾ പറയാം, നമ്മുടെ സൾഫർ ഡയോക്സൈഡ്, അതുപോലെ തന്നെ കാർബൺ ഡയോക്സൈഡ്, അതുപോലെ തന്നെ നൈട്രജൻ ഡയോക്സൈഡ് കേട്ടോ, NO2 നൈട്രജൻ ഡയോക്സൈഡ്. ഇത്രയും എന്തായിരിക്കും, അസിഡിക് ആയിരിക്കും കേട്ടോ. അലോഹങ്ങളുടെ ഓക്സൈഡുകളായിട്ടുള്ള ഇതൊക്കെ എന്തായിരിക്കും, അസിഡിക് ആയിരിക്കും. ഇത്രയും എക്സാമ്പിൾ അസിഡിക് എന്ന് പറഞ്ഞിട്ട് എഴുതി വെച്ചോട്ടോ. ഇത് SCRTയിൽ കിടക്കുന്നതാണ്. ഇത് തന്നെയായിരിക്കും മിക്കവാറും വരിക. ഇനി അടുത്തതാണ് ആംഫോടെറിക് എന്ന് പറയുന്നത് കേട്ടോ. ഈ ആംഫോടെറിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില സമയത്ത് ഈ ചില പദാർത്ഥങ്ങൾ ഈ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് എന്തായിരിക്കും, അസിഡിക് ആയിട്ടും ബേസ് ആയിട്ടും പ്രവർത്തിക്കും. അങ്ങനെയുള്ളവയെ പറയുന്നതാണ് ആംഫോടെറിക് എന്നുള്ളത് കേട്ടോ. ചില സാഹചര്യങ്ങളിൽ എന്ത് ചെയ്യും, ഈ പ്രവർത്തനങ്ങൾക്കനുസരിച്ചിട്ട് ചില പദാർത്ഥങ്ങൾ ആസിഡായിട്ടും ബേസായിട്ടും പ്രവർത്തിക്കും. അതിനെ നമ്മൾ എന്ത് പറയുന്നു, ആംഫോടെറിക് എന്ന് പറയുന്നു. ഇതിന് 2 ഉദാഹരണങ്ങളാണ് SCRTയിൽ കൊടുത്തിരിക്കുന്നത്. ഒന്ന് നമ്മുടെ അലൂമിനിയം ഓക്സൈഡും പിന്നെ സിങ്ക് ഓക്സൈഡും കേട്ടോ, ZnOയും, പിന്നെ Al2O3 അലൂമിനിയം ഓക്സൈഡും. അപ്പോൾ ഇത്രയാണ് ആംഫോടെറിക്കിനായിട്ട്. ഈ 2 SCRTയിൽ കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇത് രണ്ടും ആംഫോടെറിക് ആണെന്ന് പറഞ്ഞ് പഠിക്കുക. പിന്നെ ഞാൻ പറഞ്ഞിട്ടുള്ള ബേസിക്കിൻ്റെ അസിഡിക്കിൻ്റെയും എക്സാമ്പിളുകൾ പഠിക്കുക. SCRTയിൽ അത്രയാണ് കിടക്കുന്നത്. ഒരു മൂലകത്തിൻ്റെ ആറ്റോമിക ഭാരം പൂർണ്ണസംഖ്യ ആകണമെന്നില്ല. കാരണം മൂലകങ്ങൾക്ക് ഐസോടോപ്പുകളുണ്ട്. ഒരു മൂലകത്തിന് ഐസോടോപ്പ് ഉണ്ടെങ്കിൽ ആ മൂലകത്തിൻ്റെ ആറ്റോമിക ഭാരം എന്തായിരിക്കില്ല, പൂർണ്ണസംഖ്യ ആകണമെന്നില്ല. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ റിപ്പോർട്ട് പ്രകാരം ഗുണനിലവാരമില്ലാത്ത ഓറൽ കഫ് സിറപ്പിൽ അടങ്ങിയിട്ടുള്ള വിഷകരമായ സംയുക്തം ഏതാണ്? ഡൈ എത്തിലീൻ ഗ്ലൈക്കോൾ ആണ് കേട്ടോ. ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ്, എഴുതി വെച്ചോ. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ റിപ്പോർട്ട് പ്രകാരം ഗുണനിലവാരമില്ലാത്ത ഓറൽ കഫ് സിറപ്പിൽ അടങ്ങിയിട്ടുള്ള വിഷകരമായ സംയുക്തമാണ് ഡൈ എത്തിലീൻ ഗ്ലൈക്കോൾ എന്ന് പറയുന്നത് കേട്ടോ. ഡൈ എത്തിലീൻ ഗ്ലൈക്കോൾ. ഇപ്പോൾ ഒരുപാട് പേര് ഒരുപാട് കുട്ടികൾ ഇതുമായിട്ട് കുറച്ച് ബന്ധപ്പെട്ടിട്ട് കുറച്ച് പേര് മരിക്കുകയൊക്കെ ഉണ്ടായി അല്ലേ. ആ ന്യൂസൊക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. മലയാളത്തിലെ തനത് നാടകവേദിക്ക് തനതായ സംഭാവന നൽകിയ കലാകാരനാണ് കാവാലം നാരായണ പണിക്കർ. മലയാളത്തിലെ തനത് നാടകവേദിക്ക് തനതായ സംഭാവന നൽകിയ കലാകാരനാണ് കാവാലം നാരായണൻ പണിക്കർ. നാടൻ ജീവിതത്തിൻ്റെ ഇടർച്ചയും പതർച്ചയും ആവിഷ്കരിക്കുന്ന ഇരവിക്കുട്ടിപ്പിള്ള പോര് ഏത് വിഭാഗത്തിൽപ്പെടുന്ന നാടൻ പാട്ടാണ്? തെക്കൻ പാട്ടാണ് കേട്ടോ. തെക്കൻ പാട്ടിൽ ഉൾപ്പെടുന്നതാണ് ഇരവിക്കുട്ടിപ്പിള്ള പോര്.
ഏറിയ ദുഃഖത്തിലും ജീവിതോല്ലാസത്തിൻ്റെ വേരുറപ്പിവിടെ പോൽ കാണുമോ വേറെങ്ങാനും. ഈ വരികൾ രചിച്ച കവി ആരാണ്? വൈലോപ്പള്ളി ശ്രീധരമേനോൻ. 2025 പത്മഭൂഷൺ ബഹുമതി ലഭിച്ച മലയാളി കായിക താരം ആരാണ്? PR ശ്രീജേഷ്. നമ്മുടെ റീസെൻ്റ് ആയിട്ടുള്ള പത്മ അവാർഡ്സൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്, എല്ലാവരും കാണാം. പ്രിലിംസിന് എന്തായാലും ക്വസ്റ്റ്യൻ ഉറപ്പാണ് കേട്ടോ. അതെല്ലാവരെയും പഠിക്കണം കേട്ടോ. ഞാനതിൽ പറഞ്ഞിട്ടുള്ള എല്ലാവരെയും നമ്മൾ പേര് ഓർമ്മ വേണം. കൂട്ടത്തിൽ പെടാത്തത് ഏത്, അങ്ങനെയൊക്കെ ആയിരിക്കും മിക്കവാറും ക്വസ്റ്റ്യൻ വരിക. നമ്മളെ എത്രത്തോളം കൺഫ്യൂഷൻ അടുപ്പിക്കാൻ പറ്റുമോ അത്രത്തോളം നമ്മളെ കൺഫ്യൂഷൻ അടുപ്പിക്കും കേട്ടോ. താഴെ പറയുന്നവയിൽ ശരിയായത് ഏത്? 1ഉം 3ഉമാണ് ശരിയായിട്ടുള്ളത് കേട്ടോ. ബാനു മുഷ്താഖിൻ്റെ ചെറുകഥാ സമാഹാരമായ ഹാർട്ട് ലാമ്പ് 2025 ഇൻ്റർനാഷണൽ ബുക്കർ സമ്മാനം നേടി. ഞാൻ PSC ബുള്ളറ്റിൻ ക്ലാസ് എടുത്തപ്പോൾ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബാനു മുഷ്താഖിൻ്റെ ചെറുകഥാ സമാഹാരമായിട്ടുള്ള ഹാർട്ട് ലാമ്പ് 2025 ഇൻ്റർനാഷണൽ ബുക്കർ സമ്മാനം നേടി. സന്തോഷ് കുമാറിൻ്റെ നോവലായ തപോമയിയുടെ അച്ഛൻ 2025 വയലാർ പുരസ്കാരം നേടി. 49ാമത് വയലാർ പുരസ്കാരമാണ് കേട്ടോ ഇപ്പോൾ 2025 കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതായത് സന്തോഷ് കുമാറിൻ്റെ നോവലായ തപോമയിയുടെ അച്ഛന് ലഭിച്ചത് 49ാമത്തെ വയലാർ അവാർഡാണ് കേട്ടോ. അത് രണ്ടും ശരിയാണ് കേട്ടോ. KR മീരയുടെ നോവൽ കലാച്ചി ശരിയാണ്. ജ്ഞാനപീഠ പുരസ്കാരം തെറ്റാണ്. ലഭിച്ചിരിക്കുന്നത് ആർക്കാണ്? വൈരമുത്തുവിനാണ് കേട്ടോ. 2025 ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് വൈരമുത്തുവിനാണ്. R രാജശ്രീയുടെ നോവലായ ആർത്രേകം, അത് രണ്ടും ശരിയാണ്, പക്ഷേ അവാർഡ് തെറ്റാണ്. 2025 എഴുത്തച്ഛൻ പുരസ്കാരം ആർക്കാണ് ലഭിച്ചിരിക്കുന്നത്? KG ശങ്കരപ്പിള്ളയ്ക്കാണ് കിട്ടിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് രണ്ടും തെറ്റാണ്. അപ്പോൾ ഇതിൽ 50 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. ബാക്കി സ്പെഷ്യൽ ടോപ്പിക്സ് ഒക്കെയാണ് കേട്ടോ വരുന്നത്, അത് ഞാൻ എടുത്തിട്ടില്ല. അപ്പോൾ ഇന്നത്തെ ഈ 50 GKയിൽ കറണ്ട് അഫെയറും പിന്നെ കെമിസ്ട്രിയും ഒക്കെ അത്യാവശ്യം നല്ല പോയിന്റുകൾ കിട്ടിയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു കേട്ടോ. അറിയാത്തതെല്ലാം ചെറിയ നോട്ടാക്കിയിട്ട് എഴുതി വയ്ക്കുക. എഴുതി വെച്ചാൽ മാത്രം പോരാ കേട്ടോ, റിവിഷൻ നന്നായിട്ട് കൊടുക്കണേ. ഞാൻ ഇതുവരെ ഇട്ട എല്ലാ ക്ലാസ്സിൻ്റെയും കൂടെ ഒരു മോക്ക് ടെസ്റ്റ് ഈ വരുന്ന സൺഡേ ഇടാം കേട്ടോ. കറണ്ട് അഫെയറും ബയോളജിയും ഏതൊക്കെ ക്ലാസ് ഇട്ടിട്ടുണ്ടോ അതിൽ നിന്നെല്ലാം ക്വസ്റ്റ്യൻസ് ഇട്ടിട്ട് മോക്ക് ടെസ്റ്റ് ഞാൻ നടത്താം കേട്ടോ ഈ സൺഡേ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇഷ്ടമായി എന്ന് വിചാരിക്കണം. ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. വീണ്ടും നമുക്ക് നല്ലൊരു ക്ലാസ്സിൽ കാണാവേ. താങ്ക്